വഖഫ് ഭേദഗതി ബില്ല് നിയമമായതോടെ വഖഫ് അധിനിവേശ നീക്കം രാജ്യത്ത് ഒരിടത്തും ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കിയെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. മുനമ്പം ജനതയ്ക്ക് നീതി ഉറപ്പാക്കും. നിയമ ഭേദഗതിയിലൂടെ പ്രയോജനം മുനമ്പം വിഷയത്തിലും ഉണ്ടാകുമെന്നും കാര്യകാരണ സഹിത മന്ത്രി വിശദീകരിച്ചു. ഭരണഘടനാ വിരുദ്ധമായ വഖഫ് നിയമത്തിലെ 40-ാം വകുപ്പ് റദ്ദാക്കിയതിലൂടെ ട്രിബ്യൂണൽ വിധിയെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ടായതായും മന്ത്രി വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതിയിലൂടെ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു തെറ്റു തിരുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയപ്പോൾ നിയമ ഭേദഗതി ബിൽ ഏതുതരത്തിൽ മുനമ്പം വിഷയത്തിൽ സഹായകരമാകുമെന്നും വിശദീകരിച്ചു. ഭരണഘടനാ വിരുദ്ധമായ വഖഫ് നിയമത്തിലെ 40-ാം വകുപ്പ് റദ്ദു ചെയ്തതിലൂടെ വഖഫിന്റെ പരമാധികാരം ഇല്ലാതായെന്നും മുനമ്പത്തെ പോലെ വഖഫ് അധിനിവേശ ശ്രമം രാജ്യത്ത് ഒരിടത്തും ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തിയതായും കിരൺ റിജിജു വ്യക്തമാക്കി. There are some campaign going on to set a narrative that the central government is working against Muslim community. No, we are here to correct the mistakes done in the past and to provide justice to the needy people. മുനമ്പം വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ പുനഃപരിശോധിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തണമെന്നും കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഒപ്പമുണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മുനമ്പം വിഷയത്തിൽ തുടർ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ശാശ്വത പരിഹാരമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. Now it is the district collector who will now see the genuineness of the application or any matter which is in question, and then the waqf deed is a mandatory provision, and registration of any waqf requires a valid waqf deed. Without that, registration cannot happen. LDF-ഉം UDF-ഉം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ തുറന്ന മനസ്സോടെയാണ് വിഷയം കൈകാര്യം ചെയ്തതെന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരായല്ല വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്നും എന്നാൽ കോൺഗ്രസ് മുസ്ലിം ജനതയ്ക്കിടയിൽ വർഗീയ വിഷം പടർത്തുകയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. They are extremely mastered in poisoning the minds of the people. The Congress party has poisoned the innocent minds of the society, and the communist agenda is very clear. They want to make everybody beggar. Wherever the communist party are in power, people drastically lose their wealth, income, and they become dependent. വഖഫ് നിയമ ഭേദഗതിയിലൂടെ വഖഫ് ട്രിബ്യൂണലിന്റെ വിധിയെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്യാൻ അവസരം കൈവന്നുവെന്നും വഖഫ് ബോർഡിന്റെയും ട്രിബ്യൂണലിന്റെയും ഘടനയിൽ മാറ്റമുണ്ടാകുമെന്നും വഖഫ് നിയമം മുസ്ലിം സമുദായത്തിന് പുറത്തുള്ളവരെയും ബാധിക്കുന്നതിനാലാണ് ഇതര മതസ്ഥരെയും ബോർഡിൽ ഉൾപ്പെടുത്തുന്നതെന്നും വിശദീകരിച്ച മന്ത്രി മുനമ്പം വിഷയത്തിൽ നിയമ ഭേദഗതി എത്രത്തോളം സഹായകമാകുമെന്നും വ്യക്തമാക്കി. ജനം, കൊച്ചി.